പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ പരിശുദ്ധ മതേമറായ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം, പ്രാർത്ഥന നിർത്തണോ, ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തിയും ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗം മുട്ടിപ്പോയവർ, ജീവിതമാർഗം തീർന്നു പോകാൻ പോകുന്നവർ, ജീവിതമാർഗം പൊളിച്ചു പണിയാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം നീ ഈശ്വരനാമത്തെ ആശ്രയിക്കുന്നു. വിവാഹിതരെയും വിവാഹ ജീവിതത്തെ പ്രയാസങ്ങളോട് ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആശ്രയിക്കേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഓരോരോ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ, വീട്ടിൽ നിന്ന് തന്നെ ബാധ്യമാണല്ലോ, മറ്റുള്ളവർ പറയണ രഹസ്യമായിട്ട് പറയണ പോലെ കേട്ടുകൊണ്ട് അതിൻ്റെ ചങ്കിടിപ്പൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം, അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവരും തളർന്നുപോയവരും തളർവാരോഗികളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ പാകോടുപടി നടക്കാത്ത കുടുംബങ്ങളും പാകോടുപടി നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദുരിതനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ സന്ധിക്കുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പിതാമുതൻ പരിശുദ്ധാത്മാ സർവ്വശക്തനായ എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ,
ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ഒരു വിഷയത്തിന് ഇന്ന പ്രാർത്ഥന, ഇന്ന വിഷയം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. പക്ഷേ വചനം കേൾക്കുന്നതിൻ്റെ പിന്നിലും ഇങ്ങനെ ഒരു ഇക്കോണമി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക, ആത്മീയത, അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ആധ്യാത്മികത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് എനിക്ക് വലിയ കാര്യമുണ്ട്, അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണമെന്ന് പറയും. അപ്പോൾ എനിക്ക് കാര്യമൊന്നുമില്ല, കാര്യം ഞാൻ റിട്ടയർഡാണ്, എനിക്ക് നല്ല പെൻഷൻ കിട്ടും, എൻ്റെ മക്കളെല്ലാം സെറ്റിൽഡാണ്. അപ്പോൾ അഭിവൃദ്ധിയുടെ ആനുപാതികമായിട്ടായിരിക്കും ആൾക്കാർക്ക് ആധ്യാത്മിക വരുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതെന്ന് പറയണത്, ദൈവ കൃപയുടെ വാതിൽ ഇവർക്കെതിരെ അടയപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഇതിൻ്റെ അപ്പുറത്തൊന്നും ഇവരുടെ ഈ നശിച്ചു പോണ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തെ കാണാൻ പറ്റാത്തത് എൻ്റെ കാരണം അതാണ്. പല ആൾക്കാരുടെയും പ്രാർത്ഥനകളുടെ പിന്നിലുള്ളത് തെണ്ടിക്കല്ലേ എന്നുള്ളത് തന്നെയാണ്. എന്താണ്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ പേരകിടാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മകളെ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കുഴപ്പമുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞ് ജനിച്ച പിന്നെ നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എല്ലാം നമുക്ക് എങ്ങനെ തലകുത്തി പറഞ്ഞാലും, അതായത് മനുഷ്യൻ പ്രാർത്ഥിക്കണതെല്ലാം അവൻ്റെതായ ദൈവം അവൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഒരു പരിഹാരകനായിട്ട് മാത്രമാണ് ദൈവത്തെ മനുഷ്യൻ കാണുന്നതും അനുഭവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അനുഗ്രഹദാതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഒരിക്കലും ഉയരണമില്ല. അപ്പോൾ അവർ പറഞ്ഞ ഈ അധ്വാനിക്കണമെങ്കിലൊക്കെ, ഇപ്പം ഈ സാപത്തിനെ കുറിച്ച് ഇസ്രായേൽ പറയുമ്പോൾ ഇരിക്കുന്ന ഒരു ദിവസത്തിൽ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുമെന്നാണ്. അത് ഇസ്രായേലിൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങൾ മന്ന ശേഖരിക്കാതിരുന്നാൽ മതി, നാളെയുള്ളത് കർത്താവ് അധ്വാനിച്ച് നമുക്ക് വേണ്ടി തന്നോളൂ എന്ന്. അതിനല്ല മോസസ് പറയണത്. ഇപ്പം ഞാനൊരു കാര്യമുണ്ട്, ഞാനത് പറയാൻ കാരണമേ, നമ്മുടെ ഈ പുറപ്പാടിൻ്റെ പുസ്തകം 16:5 വായിച്ചേ. ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്ത് കൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിൻ്റെ ഇരട്ടിയുണ്ടാകും. അപ്പോൾ ദിനം പ്രതി ശേഖരിക്കുന്നത് അവർക്കറിയാം, അവർക്ക് എടുക്കാവുന്നതിൻ്റെ അവരുടെ ആവശ്യത്തോടെ എടുക്കും. പക്ഷേ പിന്നീട് എന്താ പറഞ്ഞേക്കണത്, നിങ്ങൾ നാളത്തേക്ക് അത് മാറ്റി വെക്കരുത്, നാളെ കർത്താവിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയമാണെന്ന് പറയും. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പിന്നെ കർത്താവാണത് അതിനു വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ കോമ്പൻസേഷൻ്റെ സമയമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഞായറാഴ്ചകളിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സാപ്പത്ത് ഞായറാഴ്ചയല്ല. ഇപ്പോൾ ഞായറാഴ്ച ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ആരും ജോലിക്ക് പോകത്തില്ലായിരുന്നു. ഇപ്പോഴീ കോൺട്രാക്ടർമാരും ജോലി നഷ്ടപ്പെടുന്നുള്ള സമ്മർദ്ദങ്ങളെല്ലാം കാരണം ജനങ്ങൾ ഞായറാഴ്ച കുർബാന പോലും മുടങ്ങാൻ ചില ആൾക്കാർ ജോലിക്ക് പോകും. അത് ഗൾഫ് രാജ്യങ്ങളിൽ അവർക്ക് ഞായറാഴ്ച ഇല്ലാത്തതുകൊണ്ട് അവർ വെള്ളിയാഴ്ച ആണ് അവിടെ ആചരിക്കുന്നത്. വെള്ളിയാഴ്ച അവിടെ കുർബാനയുണ്ട് പക്ഷേ അവർ ഞായറാഴ്ച കുർബാന ഇല്ലല്ല എന്നും പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പോകത്തുമില്ല. അതപ്പോൾ ഞായറാഴ്ച കുർബാന ഇല്ലാഞ്ഞ കാരണം അത് അവർക്കൊരു മുട്ടാഴ്ത്തി പറയാൻ വേണ്ടിയുള്ള ഒരു ഉതപ്പായിട്ട് മാറിയിരിക്കുന്ന വിഷയം. അപ്പം ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ദൈവത്തെ ഒഴിവാക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ ഇപ്പോൾ തുടങ്ങിയല്ലത്, പണ്ട് പോലെ ഉണ്ട്. കർത്താവ് ഒഴിവ് കഴിവിൻ്റെ കാര്യം പറയത്തില്ലേ, ഞാനൊരു ഏറുകളയെ വാങ്ങിച്ചു, അതിനെ പരീക്ഷിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ നിലവുഴിന കാട്. അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടുള്ള അണ്ണന്മാരുണ്ട്. ഇന്നും ഓരോരോ കാര്യത്തിനും ഒഴിവ് കഴിവ് പറയും. കൊച്ചിന് പാടില്ല, പിന്നെ അപ്പൻ കിടപ്പിലാണ്. എന്നാൽ അപ്പനൊന്നും കിടപ്പിലാണെങ്കിൽ ഇവള് അതിൻ്റെ അകത്ത് നോക്കത്തില്ല, അവൾ ചിലപ്പോൾ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കും. ഇതിന് അപ്പനെ വെച്ച് അവൾ ജാക്കിയാക്കിയിട്ട് ജാമ്യം എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഈ ജനം പറഞ്ഞിട്ട് കേട്ടില്ല മോസസിനോട്. പുറപ്പാട് 16:19 വായിച്ചേ.
മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ഇതാ സംഭവം. കുറെ പേര് അനുസരിക്കാതിരിക്കുകയാണ്. നമ്മൾ എന്ത് അത്ഭുതങ്ങൾ അനുദിനം കണ്ടാലും അനുസരിക്കാതിരിക്കുന്ന ആൾക്കാർ അന്നേ ഉണ്ടായിരുന്നു. ഇത് എന്താ വെച്ചാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചോളൂ, നിങ്ങൾ മൗനമായി ഇരുന്നാലും മതി എന്ന് പറഞ്ഞാലേ മൗനമായി പോയി കലികെ കുത്തിയിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. മാർത്ത നീ അനേക കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഉത്കണ്ഠാകുലരായിരിക്കുന്നു. മറിയം സാപത്ത് ആചരിച്ചെന്നാണ് പറയണേ. എന്നുവെച്ചാൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, എന്താ കർത്താവിൻ്റെ കൂടെ ഇരുന്നു. ലൂക്ക 10:42 ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. അപ്പോൾ സാപത്തിന്റെ വിശ്രമങ്ങളും കർത്താവിനെ കൊണ്ട് അധ്വാനിപ്പിക്കാനുള്ള ഒരു ആധ്യാത്മിക തന്ത്രമാണത്, ടെക്നിക്ക് അത് തന്നെ. പക്ഷേ കർത്താവിന് അതുകൊണ്ടാണ് മോസസും പറയണത്, പുറപ്പാട് 14:14 എടുക്ക്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ശാന്തരായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വായു വെള്ളവും കൊണ്ടുകൊണ്ടിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, ശാന്തമാവുക, ഞാൻ ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. സങ്കീർത്തനം 46:10 ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഇത് ലിങ്ക് ചെയ്യാവുന്ന വചനങ്ങളാണ്. എന്നുവെച്ചാൽ നിങ്ങൾ പുറപ്പാട് 14:14 അനുസരിച്ചുകൊണ്ട് സങ്കീർത്തനം 46:10 ലിങ്ക് ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ അവിടെ പുറപ്പാട് 14:14 പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തതയായിരുന്നാൽ മതി. അതുതന്നെയാണ് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ ശാന്തത ഇരിക്കണ വെറുതെ ഇങ്ങനെ വായു വെള്ളവും കൊണ്ട് ശാന്തമായിട്ടിരിക്കണമല്ല, അല്ലെങ്കിൽ പാസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കത്തില്ല. സൈലൻസ് എന്ന് ടീച്ചർ പറയുമ്പോൾ ഉടനെ അങ്ങനെ ഇരിക്കണമല്ല പരിപാടി. ശാന്തമാവുക, ദൈവത്തെ അറിയണ എന്തിനാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസമാണത്. സാപത്ത് എന്തിനുള്ളതാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസം, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ നമ്മളവിടെ ഉയർപ്പിൻ്റെ ദിവസമാണെന്ന്, ഞാനാണെങ്കിൽ എനിക്ക് ഉയർപ്പിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞാണ് പൊതുവെ പറയണത്. പക്ഷേ അത് എൻ്റെ അണ്ടർലൈൻ എന്താണ്? നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്താണ്? ഏകസത്യതയുമായി നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവിതം. അപ്പോൾ അവിടുത്തെ അറിവുകളല്ലേ. അപ്പോൾ ശാന്തമായിരുന്ന് എന്താ പറയണത്? ശാന്തമായിരുന്ന് ദൈവത്തെ അറിയുക. എന്തിനാണ് അറിയണത്? ഏകസത്യതയായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. 17:3 എടുത്തേ. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഈ ശാന്തമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയെക്കുറിച്ച് അറിയുക എന്നാണ്. നിത്യതയെക്കുറിച്ച് അറിയുക എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുകയാണ്. നിത്യജീവന് വേണ്ടി അറിയുക. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണ ചില ആൾക്കാർ അപ്പം തിന്ന് സംതൃപ്തരാകാൻ വേണ്ടി വീട്, കല്യാണം, ജോലി, ജപ്തി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ? നമ്മളും വരും. പക്ഷെ അതല്ല, അതിനെ കൂടെ തന്നെ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ അറിവ് എന്താണ്? നിത്യതയിലേക്കുള്ള വാതിലാണ്. ഐ ആം ദ ഡോർ. ഈശോ പറയണൊക്കെ എന്ത് രസം കേൾക്കാൻ. ഐ ആം ദ ഡോർ, ഞാനാകുന്നു വാതിൽ. ഐ ആം ദ വേ, ഞാനാകുന്നു ആ വാതിലിലേക്കുള്ള വഴി. ഐ ആം ദ ലൈറ്റ്, ആ വാതിൽ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന നിത്യപ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ നിത്യമായി വിളിച്ചുകൊണ്ടിരിക്കും. ഇത് കാറ്റഗോറിക്കലായിട്ടാണ് ഈശോ ഓരോ കാര്യങ്ങൾ പറയണത്. ഓക്കെ, അപ്പോൾ ഈ ശാന്തത എന്ന് പറയുമ്പോൾ സാപത്താനായിട്ട് ഇതെല്ലാം കടന്നു വരണത് സാപത്തിൻ്റെ അനുഭവ തലങ്ങളിലേക്കാണ് പോകുന്നത്. സാപത്ത് വല്ലാത്തൊരു സാപത്താണ്. യഹൂദിനേക്കാൾ എന്തുമാത്രം ഡെപ്താണെന്നറിയാമോ ക്രിസ്ത്യൻ സാപത്തിന്? അമ്മേനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിബിൻ. ഞാൻ കന്യാകുമാരിയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ അമ്മ ബിന്ദു. എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. ഞാൻ ബേസിക്കലി ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റാണ്. ഞാൻ ഫിലിപ്പീൻസിലാണ് പഠിച്ചത്. കോവിഡ് കാരണം കൊണ്ടാണ് ഫൈനൽ ഇയർ അവിടെ പഠിക്കാൻ പറ്റില്ല. ഇവിടെ വരാൻ വേണ്ടി ഞാൻ വന്നു ഇവിടെ. പിന്നെ ഫ്ലൈറ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അവിടെ തിരിച്ച് പോകാൻ പറ്റിയില്ല. സോ ഇവിടെ ഓൺലൈൻ പഠിക്കാൻ പറഞ്ഞു കോളേജിൽ.
സോ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ഈ ഓൺലൈൻ സ്റ്റഡിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അക്കാഡമിക്സിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സോ ഗ്രാജുവേഷൻ ഡിലേ ആയിപ്പോയി. സോ എനിക്ക് കൃത്യമായിട്ട് സമയത്തിൽ ഗ്രാജുവേഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് അവിടെ പോയി തിരിച്ച് പോയി 1-1.5 വർഷം തിരിച്ച് പഠിക്കേണ്ടി വരുമെന്ന് മെഡിക്കൽ കൗൺസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഡിലേ ആയി പോകുമെന്ന് അവിടെ കോളേജ് പറഞ്ഞിരുന്നു. സോ ഞാൻ വിസനൊക്കെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് മാത്രം കിട്ടിയില്ല, പക്ഷേ എൻ്റെ കൊലീഗ്സിനൊക്കെ കിട്ടി. സോ ഞാൻ വെയിറ്റ് ചെയ്തു. 1 മാസമായി, 2 മാസമായി, 3 മാസമായി, എനിക്ക് ഒന്നും വിസ ഒന്നും വന്നില്ല. സോ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ 1 മാസം പോയെങ്കിൽ തിരിച്ച് 1.5 വർഷം തിരിച്ച് പഠിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ 2 വർഷം വെറുതെ അവിടെ പോയി ഇരിക്കേണ്ടി വരും. അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ അപ്പോഴാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. സോ ഞാൻ വെബ്സൈറ്റിൽ പോയി ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ അഴിച്ചിട്ട് ഞങ്ങൾ പ്രേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ അഴിച്ചിട്ട് 3-ാം ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ കോൾ വന്നു. അങ്ങനെ ഞാൻ അവിടെ വിസവും കിട്ടി. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മയാണ് ഉടമ്പടി എടുത്തത്. ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അവിടെ പോയി നോക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ എനിക്ക് ഗ്രാജുവേഷൻ പേപ്പേഴ്സൊക്കെ ക്ലിയറാണ്. ഗ്രാജുവേഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് എനിക്ക് ഗ്രാജുവേഷൻ പേപ്പേഴ്സൊക്കെ ക്ലിയറാണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ വിസ ക്യാൻസലാക്കിയിട്ട് ഞാൻ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ കുറേ പേപ്പേഴ്സ് റോങ് ആണ്. ഗ്രാജുവേഷൻ കുറേ പേപ്പേഴ്സ് റോങ് ആണ്. സോ എന്ത് ചെയ്യുന്നത് അറിഞ്ഞൂടാ. ബിക്കോസ് ഞാൻ വിസ ക്യാൻസൽ ചെയ്തു, അവിടെ തിരിച്ച് പോകാൻ പറ്റത്തില്ല. സോ പിന്നെ ഞാൻ അമ്മയുടെ കാശ് രൂപം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും എനിക്കിത് ശരിയാക്കി തരണം ദൈവമേ എന്ന്. ബിക്കോസ് എൻ്റെ ലൈസൻസ് എക്സാം വിത്തിൻ എ വീക്ക് ഉണ്ടായിരുന്നു. സോ എനിക്ക് ആ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ എനിക്ക് ലൈസൻസ് എക്സാം എഴുതാൻ പറ്റില്ല. ഇവിടെ വന്ന് ഒരു എക്സാം എഴുതണം, അതാണ് FMG എക്സാം എന്ന് പറയുന്നത്. അതിൽ ഈ പേപ്പേഴ്സൊക്കെ വേണ്ടി വരും. സോ ഞാൻ പ്രാർത്ഥിച്ചത് പോലെ കൃത്യമായിട്ട് കറക്റ്റായ സമയത്തിൽ എനിക്ക് ആ പേപ്പേഴ്സൊക്കെ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ അത് ശരിയായി കിട്ടി എനിക്ക്. പിന്നെ ഞാൻ ലൈസൻസ് എക്സാമിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ലൈസൻസ് എക്സാം പഠിക്കാൻ പറ്റിയില്ല. യൂഷ്വലി 6 months to 1 year പിള്ളേർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കും. പക്ഷേ എനിക്ക് ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല, ഈ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്. വെറുതെ 1 മാസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു. ആ എക്സാം 1-1.5 മാസം തള്ളിപ്പോയി. സോ എനിക്ക് ബെയർലി ഒരു 2.5 months കിട്ടി. സോ അതിൽ ഇമ്പോസിബിളാണ് ബേസിക്കലി. ബട്ട് എങ്ങനെ അറിഞ്ഞുകൂടാ, ഞാൻ വെറുതെ യൂട്യൂബ് വഴിയാണ് പഠിച്ചത്. പക്ഷേ 150 എടുത്താൽ മതിയായിരുന്നു ആ എക്സാമിൽ. പക്ഷേ എനിക്ക് 188 കിട്ടി. അത് തീർച്ചയായിട്ടും അമ്മയുടെ ഒരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ പേര് ബിന്ദു. കൊച്ചിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞാണ് ഈ കൃപാസനം ഇങ്ങനെ ഒരു മാതാവ് ഉണ്ടെന്ന് അങ്ങനെ അറിഞ്ഞത്. അപ്പോൾ കൊച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, മരിക്കാൻ പോകുന്ന വരെ ഉള്ള ഒരു സിറ്റുവേഷൻ വീട്ടിലുണ്ടായി. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞപ്പോൾ എനിക്കത്ര വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മാതാവുണ്ട്, പക്ഷെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചോളാന്നാണ് പറഞ്ഞത്. പക്ഷേ പോകെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു ഇവൻ്റെ അടുത്ത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് ചേച്ചി പറയുന്ന തൊട്ട് നമുക്ക് പ്രാർത്ഥിച്ച് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് പ്രാർത്ഥിച്ച് തുടങ്ങി. അന്ന് വൈകുന്നേരം തന്നെ പ്രാർത്ഥിച്ച് തുടങ്ങി. പക്ഷേ അന്നും ഇവൻ കുറച്ച് നേരം നന്നായിട്ടിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു പിള്ളേർ ഫോൺ ചെയ്ത് എന്തെങ്കിലും പറയും, ഉടനെ അവൻ ഡിപ്രഷനാകും. പക്ഷേ ഇവൻ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടിരിക്കുമ്പോഴേ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. പക്ഷേ ഇവന് പഠിപ്പ് കണ്ടിന്യൂ ചെയ്യണോ, എന്താ ചെയ്യണം, ഏത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിള്ളേരെ വളർത്തണം, എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര ഡിപ്രഷനായിരുന്നു. ഇവൻ കരയുന്ന കണ്ട് ഒരു ദിവസം വൈകുന്നേരം രാത്രി 3 എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കൊച്ചിനെ എന്ത് ചെയ്യണം, ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റിന് ഒരു പ്രോബ്ലം ആയിപ്പോയല്ലോ ദൈവമേ, എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് 3 മണി ആയപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നിരുന്നു, അലറി കരഞ്ഞു. മാതാവിൻ്റെ അടുത്ത് യേശപ്പായുടെ അടുത്ത് മുട്ടിയിട്ട് കരഞ്ഞു. ഞാൻ എന്താ ചെയ്യണം എനിക്കറിയില്ല, എനിക്ക് എന്തെങ്കിലും ഒരു പോം വഴി കാണിച്ചു തരണേ, കൊച്ചിന് സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും കിട്ടണേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ കരച്ചിൽ കേട്ട് ഇവൻ അപ്പോഴാണ് കിടന്ന കൊച്ചും എണീറ്റ് വന്നു, എൻ്റെ കൂടെ വന്ന് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരെ അലറി കരഞ്ഞു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഫോൺ കോൾ വന്നു, കുഴപ്പമില്ല നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് പറയണത് എന്ന് പറഞ്ഞ് ചെറിയൊരു ന്യൂസ് വന്നു. അപ്പോൾ തന്നെ ഒരു പകുതി ആശ്വാസമായി. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങി. പിന്നെ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ നല്ല നല്ല സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു നിങ്ങൾ വൈകരുത്, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും കൊച്ചും പിള്ളേരും രണ്ടുപേരും, ഒരു മകനും ഒരു മകളുമാണ്.
ഞങ്ങൾ 3 പേര് വന്നു. ഇവിടെ വന്ന് ഉടമ്പടി ഡിസംബർ 22ാമത് വർഷം ഡിസംബർ മാസം വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങൾ നടന്നു. പിന്നെ കൊച്ചിന് എല്ലാ പരീക്ഷയിലും നല്ല മാർക്ക് കിട്ടി, പാസ്സായി, ഗ്രാജുവേഷനായി. ഓരോ കാര്യങ്ങളും അവന് പേടിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അമ്മ വന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തുന്ന പോലെ അവനൊരു അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നത് തന്നെ എക്സാമിൽ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ എക്സാം എഴുതി നല്ല മാർക്കോടെ കൊച്ച് പാസ്സായി. അതിനെ നന്ദി പറയാനായിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊരു വീട് കെട്ടി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഭയങ്കര വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. 3 ബോർ, എൻ്റെ ഹസ്ബൻഡ് ഇരിക്കുമ്പോഴേ 3 ബോർവെൽ ഇട്ടു. പക്ഷേ ഒരു ബോർവെൽ ഫെയിലായി, 2 ബോർവെല്ലിൽ ശകലം വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ബോർവെല്ലിലുള്ള വെള്ളം ഇല്ലാതായി. എന്ത് ചെയ്യാനോ, എല്ലാവരും വഴക്ക്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും എല്ലാ ഭാരവും ഒരാൾ കാലി ചെയ്ത് പോയി. ഞങ്ങളുടെ വരുമാനം അതാണ്. എന്നിട്ട് ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് എല്ലാ ഭാരവും മാതാവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചിട്ട് ശരി ഒരു സ്ഥാനം കണ്ട് നമുക്ക് ബോർവെല്ലിൽ ഇടാമെന്ന് പറഞ്ഞു. സ്ഥാനം കണ്ടു. അപ്പം തുടങ്ങി ഞാൻ ഇവിടുത്തെ ഉപ്പ് അവിടെ വിതറി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെ മൊത്തം പാറയാണ്, ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 350 അടി കുഴിച്ച പിറകും വെള്ളത്തിൻ്റെ ഒരു അംശമില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു. ഉപ്പ് കൊണ്ട് പിള്ളേരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു, അതിൻ്റെ ഉള്ളിലൊന്ന് ഇടാമോ, മാതാവ് ഞങ്ങൾക്കൊരു ഇത് കാണിച്ചു തരും എന്നുള്ള വിശ്വാസത്തോടെ ഉപ്പ് കൊണ്ട് ഞാൻ കൊടുത്തു. എന്നിട്ട് അവർ ആ ഉപ്പ് അതിനകത്ത് ഇട്ടായിരുന്നു. പിന്നെ കുഴിച്ചപ്പോൾ ശകലം വെള്ളത്തിൻ്റെ ഈറ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പറയാൻ പറ്റുന്ന അത്ര വെള്ളം ഇല്ല. എന്നാലും ഞങ്ങൾക്കൊരു വിശ്വാസം, മാതാവിൻ്റെ അടുത്ത് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം ഇങ്ങനെ കാണാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോൾ 500 അടി താത്തിയിട്ട് ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം നോക്കിയപ്പോൾ 400 അടിക്ക് മേലെ വെള്ളം കിടന്നായിരുന്നു അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് മാതാവിന് നന്ദി. അതുപോലെ ഇന്ന് വാടകയ്ക്കും ആളുണ്ട്, ഞങ്ങൾക്ക് വരുമാനങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കും, സിക്കായിക്കൊണ്ടിരിക്കും. ശരീരം വേദന, മസിൽ വേദന എല്ലാമായിട്ട് ഞാൻ എപ്പോഴും സിക്കാകും. അപ്പോൾ എല്ലാം അമ്മയുടെ ഉപ്പ് പ്രാർത്ഥിച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് കുടിക്കും. എല്ലാം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അത് സുഖമാകും. ഇപ്പോൾ പരിപൂർണ്ണ സുഖമായി. എനിക്ക് വളരെയേറെ അനുഭവങ്ങൾ അമ്മ തന്നിട്ടുണ്ട്, ഇനി തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. തരുന്ന വിശ്വാസത്തോടെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിള്ളേരെ പഠിപ്പിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അമ്മ മാതാവ് ചെയ്ത സകല അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി കോടാനുകോടി നന്ദി ദൈവമേ മാതാവ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് തലിത എൻ ജോസഫ്. ഞാൻ എറണാകുളം സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ പിഴല ഇടവകമാണ്. ഞാനിവിടെ 2019 ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് മെയിനായിട്ട് ഞാൻ വെച്ച കാര്യം എൻ്റെ ജോലി തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊന്നും ക്ലിയറായി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ 2019 ഉടമ്പടി എടുത്തെങ്കിലും അതിൽ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ കാരുണ്യ പ്രവർത്തികളൊന്നും അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ പ്രയർ ചൊല്ലുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 2020 കോവിഡൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉടമ്പടി ബ്രേക്ക് ആയിപ്പോയി. പക്ഷെ അപ്പോൾ ഞാൻ അച്ഛൻ്റെ ടോക്സ് കേൾക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയല്ല, ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2022 ആയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയായിരുന്നു. ആ സമയം മുതൽ ഏറ്റവും വിശ്വാസമായിട്ടുള്ള രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്ത് ഇപ്പം പത്രം വിതരണ സമയത്താണെങ്കിൽ തന്നെ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ആണ് ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പം കൊടുക്കുമ്പോൾ തന്നെ പറ്റുന്നവരോടൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം മാതാവിനെ പറ്റി പറയുമായിരുന്നു. അതുപോലെ തന്നെ ആഴ്ചയിലുള്ള കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഒരുമാതിരി മുടക്കം വരാതെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു തവണ അച്ഛൻ്റെ അടുത്ത് മെസ്സേജ് എടുക്കാൻ വേണ്ടി ഞാനിവിടെ വന്നു. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാം ബാങ്കിൻ്റെ എക്സാം ആയിരുന്നു. ഞാനതിന് കോച്ചിങ്ങിനൊക്കെ പോയി ഞാനത് ഒരുപാട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ മെസ്സേജ് എടുത്തിട്ട് അച്ഛൻ പറഞ്ഞത് 6 കാണിക്കുന്നത്, ബാങ്ക് അല്ല കാണിക്കുന്നത്, പണ്ട് നീ എന്താ ചെയ്തിരുന്നത് അത് പിന്നെയും ചെയ്യാനാണ് മാതാവ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും ഒരു BTech ഗ്രാജുവേറ്റാണ്. 2014 ഞാൻ പാസ് ഔട്ടായതാണ്. ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ കല്യാണവും. ആ വർഷം തന്നെ അത് കഴിഞ്ഞൊരു മോനായി. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാനൊന്നും ആ സമയത്ത് കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് നല്ലൊരു ക്യാരിയർ ഗ്യാപ്പ് തന്നെ വന്നു. എനിക്ക് ജോലിക്കുള്ളൊരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. ഇത്രയും ക്യാരിയർ ഗ്യാപ്പൊക്കെ വന്ന കാരണം ഞാൻ ഈ IT ഫീൽഡ് ഞാൻ മറന്ന ഒരു കാര്യമായിരുന്നു. അത് ഇനി നടക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു ഞാനിങ്ങനെ ബാങ്കിൻ്റെ ഇതിൽ
പോയി ചേർന്ന് പഠിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് തന്നെ ചെയ്യാനാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും അത് പഠിക്കാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് തന്നെ എനിക്ക് ടച്ച് അത്യാവശ്യം നന്നായി തന്നെ എനിക്കില്ലായിരുന്നു, ഒട്ടും ടച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പഠിച്ചാൽ തന്നെ എനിക്കൊന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ശ്രമിക്കുമായിരുന്നു, മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്കൊന്നും മനസ്സിലാവാതെ വന്ന വേഗം കാശുരൂപം എടുത്ത് വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് എനിക്കൊന്ന് പറഞ്ഞതാ മാതാവ്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 9 വർഷത്തെ ക്യാരിയർ ഗ്യാപ്പ് തന്നെ എനിക്കുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഒരിക്കലും ഒരു IT കമ്പനിയിൽ നമ്മൾ എലിജിബിൾ ആവില്ല. എനിക്കാണെങ്കിൽ ഒരു ജോബ് എക്സ്പീരിയൻസും ഇല്ല, ഞാൻ എവിടെയും ജോലിക്ക് പോയിട്ടുമില്ല. അപ്പം ഒരിക്കലും എനിക്ക് ഒരു IT ഫീൽഡ് ഞാൻ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക്. പക്ഷേ എനിക്ക് കഴിഞ്ഞ മെയ് 3-ാം തീയതി ഒരു IT കമ്പനിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അത് അറ്റൻഡ് ചെയ്തു. മെയ് 3-ാം തീയതി ആയിരുന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. വളരെ പുവർ പെർഫോമൻസ് തന്നെയായിരുന്നു. കാരണം എനിക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസറും അവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ചൊരു കാര്യം, എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. അത് മുറുകെ പിടിച്ചുകൊണ്ട് വസനമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവർ ചോദിക്കുമ്പോൾ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ എന്നെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്കും അവരെന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ജോലി കിട്ടി. അത് മാതാവിൻ്റെ മധ്യസ്ഥയിൽ തിരുക്കുമാരൻ എനിക്ക് ചെയ്തത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് 14-ാം തീയതി എൻ്റെ ഡാഡിക്ക് ഒരു ചെറിയൊരു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കുറച്ച് കഴിഞ്ഞ് ഡാഡിക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം യൂറോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ നമ്മളോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, കുറച്ച് പ്രശ്നമാണെന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അവർ ഈ ഹാർട്ടിൻ്റെ ഇത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്ന കാരണം വേറെ മെഡിസിൻസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്തിരുന്നൊരു കാര്യം എന്താ വെച്ചാൽ ആ ഭാഗത്ത് ഉടമ്പടി തൈലം, മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ചിട്ട് വിശ്വാസപ്രമാണം പറ്റുന്ന സമയത്തൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അവർ ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും യൂറിൻ പാസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ടെസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഒരു പ്രശ്നം കാണുന്നില്ലെന്ന് അവർ പറഞ്ഞത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാനാണ് വിചാരിച്ചത്, ഒരു സർജറിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള റിസൾട്ട് പ്രകാരം നമുക്ക് തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല, പോകാമെന്ന് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഈ ഒരു വലിയ അനുഗ്രഹം മാതാവിൻ്റെ മധ്യസ്ഥയിൽ തിരുക്കുമാരൻ സാധിച്ചതെന്നോർത്ത് ഞാൻ ആദ്യമായി സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ 2022 സെപ്റ്റംബർ 22-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ 2 വർഷം മുന്നേ തന്നെ എൻ്റെ ഒരു ആൻറ്റി എനിക്ക് കൃപാസനം പത്രവും ഇവിടുത്തെ നേർച്ച വസ്തുക്കളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ പ്രാധാന്യമൊന്നും കണക്കിലെടുക്കാതെ, കൃപാസനത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ഒരു പള്ളി, ഒരുപാട് തിരക്കുള്ള ഒരു പള്ളി എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അപ്പോൾ ഞാൻ ആ കിട്ടിയ നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ അവിടെ വെച്ചു. കൂടുതലൊന്നും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നീട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾക്ക് ആലപ്പുഴ വെച്ചൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ കുടുംബസമേതം ഞങ്ങൾ പോരുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ആലപ്പുഴയിലാണല്ലോ കൃപാസനം പള്ളി, നമുക്ക് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അവിടെ കയറി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രാത്രി 10:30 കഴിഞ്ഞിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, രാത്രി ഒരുപാട് നേരം വൈകി, ഇനിയിപ്പം പള്ളിയൊക്കെ അടച്ചു കാണും, അപ്പോൾ നമുക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു ദിവസം ഞായറാഴ്ച വൈകിട്ട് 5 മണി കഴിയുമ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും എൻ്റെ 2 കുട്ടികളും, എനിക്ക് 2 ആൺമക്കളാണ്, അവർ പറഞ്ഞു എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് റെഡിയായി. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനം പള്ളിയിലൊന്ന് പോകാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. രാത്രി 8:30 അപ്പോൾ നോക്കുമ്പോഴത്തേക്കും പള്ളി അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുറത്തെ ഹാളിലുള്ള മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തി നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ മാതാവിൻ്റെ തല മുന്നോട്ട് 2 പ്രാവശ്യം ഇങ്ങനെ ചലിച്ചു, പിന്നോട്ടും മുന്നോട്ടും ചലിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് തോന്നിയതാണെന്ന് വിചാരിച്ചു. ഞാൻ ഒന്നോടെ നോക്കിയപ്പോൾ വീണ്ടും അതേപോലെ തന്നെ മുന്നോട്ടും പിന്നോട്ടും ഒന്ന് ചലിച്ചു. നീ വന്നു അല്ലേ എന്ന അർത്ഥത്തിൽ. അതിനൊരു കാരണമുണ്ട്. 2006 എനിക്ക് 2 ആൺമക്കളാണ്. 2006 എൻ്റെ രണ്ടാമത്തെ
പ്രസവത്തിനുമായി സിസേറിയനാണ്. മൂത്തയാളുടെ സിസേറിയനാണ്, രണ്ടാമത്തേതും സിസേറിയൻ തന്നെ ആയിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി. എനിക്ക് സിസേറിയന് വേണ്ടിയിട്ട് അനസ്തേഷ്യ തന്നു. ആ സമയത്ത് ഞാൻ അബോധാവസ്ഥയിൽ മാതാവിനെ കണ്ടു. ഇതാ ലോകത്തിൻ്റെ അമ്മ എന്ന് ഒന്ന് വലിയൊരു ശബ്ദവും, മാതാവിൻ്റെ മുന്നിലായി ഉണ്ണീശോയെയും കണ്ടു.